Asylum Learning, it's me, Rima Miss ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആറാം ക്ലാസ്സിലെ ഇതാ 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. നമുക്ക് ദ എർത്ത് മീത്ത് റിയാലിറ്റി എന്നായിരുന്നു നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതില് നമുക്കറിയാം നമ്മൾ കുറച്ച് വിശ്വാസങ്ങളിലെ ബിലീവ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു പോയിട്ടുണ്ടായിരുന്നു അല്ലെ. ഭൂമിന്റെ ഷേപ്പിനെ കുറിച്ച് അല്ലെ, എർത്തിന്റെ ഷേപ്പിനെ കുറിച്ചുള്ള പല വിശ്വാസങ്ങളിൽ നിന്ന് നമ്മൾ റിയാലിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയാനുള്ളത് എന്താണ്, നമ്മുടെ എർത്തിലുള്ള ഭൂമിയിലെ വരകളെ കുറിച്ചാണ് മിസ് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ വരകൾ? നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ആദ്യമേ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളില് ഇതൊക്കെ ഉണ്ട്, ഗ്ലോബ് ഒക്കെ കണ്ടിട്ടില്ലേ? ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, അത് മിസ് കാണിച്ചു തരാം. അതിനു മുമ്പേ നമുക്ക് പറയാം. ഓക്കെ, ലൈൻസ് ഓഫ് എർത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ, രണ്ട് ബോൾസിൽ ലൈൻസ് വരച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കിക്കേ, ഇതൊരു ലഡു. ഓക്കെ, ഇത് മിസ്സിന്റെ ലഡു. ഇതിപ്പോ മാറുതാ JC സാറിന്റെ അല്ലെങ്കിൽ അമീൻ സാറിന്റെ ലഡു ആണ് വിചാരിച്ചു. അപ്പോ മിസ് എങ്ങനെയാ ലഡു കട്ട് ചെയ്തെന്നറിയോ? മിസ് ഇതാ ഇങ്ങനെയാണ് ലഡു കട്ട് ചെയ്ത്, ഇങ്ങനെ. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടാണ് എന്ത് ലഡു കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ അമീൻ സാർ എങ്ങനെയാ ലഡു കട്ട് ചെയ്തെന്ന് അറിയോ? ഇതാ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ടാണ് എന്ത് ലഡു കട്ട് ചെയ്തത്. അപ്പൊ എന്താണ്, യെസ്, നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബിലൊക്കെ എന്താണ്, ഗ്ലോബിൽ ഇങ്ങനത്തെ ലൈൻസ് കാണാതെ ഇങ്ങനെ നെടുകയും കുറുകയും ഇങ്ങനെ വരച്ചിട്ടുള്ള, ഒറിസോണ്ടൽ ആയിട്ടും വേർട്ടിക്കൽ ആയിട്ടും വരച്ചിട്ടുള്ള ഇതുപോലത്തെ വരകൾ കാണാൻ പറ്റും. ഓക്കെ, ആ ഭൂമിയിൽ നിങ്ങൾ കാണുന്ന, ആ ഒരു ഗ്ലോബിൽ നിങ്ങൾ കാണുന്ന ഇങ്ങനെ ഒറിസോണ്ടൽ വരച്ച വരകളെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. അതുപോലെ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് വരയ്ക്കുന്ന അതിനെ എന്ന് വിളിക്കുന്നു രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് മിസ് പറയുന്നത്. നോക്കിക്കോ, നെടുകെ കാണുന്ന വരകളെ നമ്മൾ എന്താ അക്ഷാംശ രേഖകളെന്നും മറ്റേ കാണുന്നതാ, യെസ്, നമ്മൾ പറയുന്നത് ഒറിസോണ്ടൽ ലൈൻസിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, അക്ഷാംശ രേഖകൾ. അതുപോലെ വേർട്ടിക്കൽ ലൈൻസിനെ എന്താ വിളിക്കുന്നത്, നമ്മൾ എന്ത് വിളിക്കുന്നു, രേഖാംശ രേഖകൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഗ്ലോബിലും ഭൂപടത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. നോക്കിക്കതാ, കണ്ടോ, ഇത് നമ്മുടെ ഗ്ലോബാണ്. അതിൽ കണ്ടോ, നമുക്ക് നെടുകയും കുറുകയും വരച്ചിട്ടുള്ള രേഖകളെ, ഹൊറിസോണ്ടലും വേർട്ടിക്കൽ ആയിട്ട് വരച്ചിരിക്കുന്ന ആ രേഖകൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഈ ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് നോക്കിക്കോ, മിസ് പറഞ്ഞില്ലേ, ഇതാ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണുന്ന വരകളെ നമ്മൾ എന്താ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ ഇങ്ങനെ വേർട്ടിക്കൽ ആയിട്ട് കാണുന്ന ലൈൻസിനെ നമ്മൾ എന്താ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് 2 ലൈൻസ് ആണുള്ളത്, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എന്താ നോക്കിക്കോ, എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒറിസോണ്ടൽ ലൈൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് നെടുകെ കാണുന്ന വരയെ, അതായത് ഹൊറിസോണ്ടൽ ലൈനെ നമ്മൾ എന്താ അക്ഷാംശ രേഖ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു. അതുപോലെ വേർട്ടിക്കൽ ലൈൻസ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നു. അപ്പൊ 2 ലൈൻസ് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.